വെൽക്കം ടു ലേൺ വിത്ത് പ്രീ. ലേൺ വിത്ത് പ്രീയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് SSLC മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ 4ാമത്തെ പ്രോബ്ലം ആണ്. സോ നമുക്ക് കൂടുതൽ ഇൻട്രോ ഇല്ല, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഞാൻ ആദ്യം നിങ്ങളുടെ ചോദ്യം ഒന്ന് വായിച്ചു തരാം. സോ നിങ്ങളുടെ ചോദ്യം ഇതാണ്: റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. അതായത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 6 ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് എഴുതുക. പിന്നെ ഇതിനൊരു ബി പാർട്ടും കൂടെ ഉണ്ട്. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. നമ്മൾ എന്ത് ചെയ്യുക, ഈ സീക്വൻസിനെ മറ്റ് 2 വേസിലും കൂടെ ഡിസ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നും കൂടി വായിക്കാം. അസെൻഡിങ് ഓർഡറിൽ എഴുതണം സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. സോ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6 ഇൻ അസെൻഡിങ് ഓർഡർ അതെന്താണ്? ഇസ് ഈക്വൽ ടു, നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 1 ആയിട്ട് കിട്ടണം അല്ലെങ്കിൽ 6 ആയിട്ട് കിട്ടണം. സോ അതെ, അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ആദ്യം ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 1 ആണ്. പിന്നീട് വരുന്നത് ഏതാണ്? 6 ആണ്. അത് കഴിഞ്ഞാൽ വരുന്നത് പിന്നെ 7, 8, 9, 10 ഒന്നും വരില്ല. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിട്ട് വരുന്നത് 11 ആണ്. പിന്നെ 6 ആവാം. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിട്ട് വരുന്നത് ഏതാണ്? 16. അങ്ങനെ എക്സെട്ര, അങ്ങനെ അങ്ങ് പോകും. ഇനി ഈ സീക്വൻസിലേക്ക് ആരൊക്കെ വരാം? നിങ്ങളൊന്ന് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്താൽ ആരൊക്കെ വരാം? 21 വരാം, 26 വരാം, 31 വരാം, 36 വരാം, 41 വരാം, 46 വരാം. അങ്ങനെ അങ്ങ് പോവും ഇതിൻ്റെ ഈ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഈ ചോദ്യത്തിനെ വീണ്ടും 2 രീതിയിലും കൂടെ ഈ സീക്വൻസിനെ 1, 6, 11, 16 ഈ സീക്വൻസിനെ നമ്മൾ വീണ്ടും 2 രീതിയിലും കൂടെ ഡിസ്ക്രൈബ് ചെയ്യണം. സോ നമ്മുടെ സീക്വൻസിനെ നമുക്കിനി 2 രീതിയിലും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മുടെ സീക്വൻസ് ഇതാണ് 1, 6, 11, 16. അപ്പോൾ ഇതിനെ വേറെ ഏതൊക്കെ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാം? നോക്കിക്കേ, ഇങ്ങനെ പറഞ്ഞൂടെ? ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഗീവ്സ് 1 as റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് തരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഒന്നുമില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ ആയിട്ട് തരുന്ന നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കത് വേണമെങ്കിൽ അതെന്തെഴുതാം? മൾട്ടിപ്പിൾസ് ഓഫ് 5 എഴുതാം. മൾട്ടിപ്പിൾസ് ഓഫ് 5 ഏതൊക്കെയാണ്? 0, 5 zeros are 0, 5 ones are 5, 5 twos are 10, 5 threes are 15, etc. അല്ലേ? ഈ മൾട്ടിപ്പിൾസ് ഓഫ് 5ൻ്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യുന്നു. ആഡ് 1 to this numbers. അപ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 0 plus 1 എനിക്ക് 1 കിട്ടും. 5 plus 1 എനിക്ക് 6 കിട്ടും. 10 plus 1 എനിക്ക് 11 കിട്ടും. 15 plus 1 എനിക്ക് എന്ത് കിട്ടും? 16 കിട്ടും. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് തരുന്ന നമ്പേഴ്സാണ് ഇവയെല്ലാം. ഫോർ എക്സാമ്പിൾ, ഞാൻ 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 divided by 5. സോ നമുക്ക് എന്ത് കിട്ടും? 1 5 is 5. ഓക്കെ, റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. ഓക്കെ, കോഷ്യന്റിൻ്റെ കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്, റിമൈൻഡറിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇതാണ്: ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഗീവ്സ് 1 ആസ് റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ബൈ 5. ഇനി നമ്മൾ ഒരു രീതി പോലെ 2 രീതിയിൽ ഇതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ രീതി എന്തായിരിക്കും? നമുക്ക് എന്ത് പറയാം? ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് 1 less than 4 less than മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന് പറയാം. 5ൻ്റെ മൾട്ടിപ്പിൾസിനെ കാട്ടി 4 കുറഞ്ഞ നമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മളുടെ രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ എന്താണ് പറഞ്ഞത്? സീക്വൻസ് ഓഫ് നമ്പേഴ്സ് 4 less than മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ൻ്റെ മൾട്ടിപ്പിൾസിനെ കാട്ടി 4 കുറഞ്ഞ നമ്പേഴ്സ് എന്ന് നമുക്ക് എഴുതാമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ശരിയാണെന്ന് നോക്കാം. സോ നമുക്ക് എങ്ങനെ പറയാം? ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് 4 less than മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന് പറയാം. എന്തുകൊണ്ട് പറയാം? ഞാൻ 5ൻ്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് 4 കുറച്ചാൽ എനിക്ക് ഈ നമ്പേഴ്സ് എല്ലാം കിട്ടും. ദാറ്റ് ഈസ് 5ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 5 തന്നെയാണ്. സോ 5 minus 4, 5ൽ നിന്ന് ഞാൻ 4 കുറച്ചു, എനിക്ക് 1 കിട്ടി. 10 minus 4 എനിക്ക് 6 കിട്ടി. 5ൻ്റെ അടുത്ത മൾട്ടിപ്പിളാണ് 15. 15ൽ നിന്ന് 4 കുറച്ചു, എനിക്ക് 11 കിട്ടി.
അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം, ഈ നമ്പേഴ്സിൻ്റെ കൂടെ എല്ലാം 4 ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് പറയാം, 5 കിട്ടുമെന്ന് പറയാം. സോ അങ്ങനെ ഈ റീസൺ വാലിഡ് ആണ്. അപ്പോൾ ഇങ്ങനെ പറയാം 1 + 4 എനിക്ക് എന്ത് കിട്ടി, 5 കിട്ടി. അടുത്ത നമ്പർ 6 + 4 എനിക്ക് എന്ത് കിട്ടി, 5ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള 10 കിട്ടി. 11 + 4 5ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 15 കിട്ടി. രണ്ട് രീതിയിലും ഈ ഡിസ്ക്രിപ്ഷൻ വാലിഡ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലേൺ വിത്ത് പ്രിയുടെ ഈ വീഡിയോ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പിന്നെ എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്കൊന്ന് വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് മീ പ്രീത എസ് ഹാനുഷ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ.